അപ്പോൾ ശരിക്കും ഭാരത് സ്റ്റേജ് 4 നിലവിൽ വന്നെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും ആകുലരാകേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ പെട്രോൾ വണ്ടികൾക്ക് വളരെ എളുപ്പം റെട്രോ ഫിറ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയെ പഴയ വണ്ടികളെ പുതിയ നിയമത്തിനനുസരിച്ച് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് ചിലവ് വരത്തേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ഈ വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് അടക്കമുള്ള വളരെ ഉപദ്രവകരമായ വിഷകരമായ വാതകങ്ങളുടെ ഹൈഡ്രോകാർബൺസ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനും അല്ലെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാനും മനസാക്ഷി കുത്തൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ ഇപ്പൊ ഈ BS4 വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ നമുക്ക് പെട്ടെന്ന് റോട്ടിൽ കണ്ടാൽ മനസ്സിലാകും. കാരണം BS4 ടൂ വീലേഴ്സിന്റെ ഒന്നും ലൈറ്റ് ഒരിക്കലും ഓഫ് ആകില്ല. രാവിലെ വണ്ടി ഓൺ ആക്കുമ്പോൾ തൊട്ടേ ലൈറ്റും അതിൽ ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയിരിക്കും. പിന്നെ അത് ഒരിക്കലും ഓഫ് ആക്കുക എന്നുള്ളൊരു രീതിയില്ല. അതുകൊണ്ട് തന്നെയുള്ള വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങള് രാവിലെ സമയത്താണെങ്കിൽ പോലും ടൂ വീലർ കൊണ്ടുള്ള അപകടങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വാഹനം നമുക്ക് ശ്രദ്ധയിൽപ്പെടും എന്നുള്ള ഒരു കാരണം കൂടി അവർ നിരത്തുന്നുണ്ട്. അതെ അതെ അതെ. നമുക്ക് എന്തായാലും അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരാം. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇപ്പൊ ഈ അടുത്ത് ഭയങ്കര പ്രശസ്തിയുള്ള ഒരു പദമാണ് അക്ഷയ തൃതീയ എന്നുള്ളത്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് വീടിനും കുടുംബത്തിനും എല്ലാം ഐശ്വര്യമാണ്. കൂടുതൽ ധനങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും. അപ്പോൾ ഇങ്ങനൊരു ദിനം പെട്ടെന്ന് വന്നതാണ്. കുറെ കാലം മുൻപ് ഇങ്ങനെ ഇത്രയും ഫേമസ് ആയി കേട്ടിരുന്നില്ല. ഇപ്പൊ ജ്വല്ലറികളിലൊക്കെ ആണെങ്കിലും ഭയങ്കര പേരാണ് ഈ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ടോ? അന്ന് സ്വർണം വാങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മേന്മ ഉണ്ടാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാം. ഈ അക്ഷയ തൃതീയയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ പരശുരാമൻ്റെ ജന്മദിനമാണ് അക്ഷയ തൃതീയ എന്നുള്ള ആ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം. അത് മാത്രമേ അതിനൊരു പ്രാധാന്യമുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 10-12 വർഷത്തിനുള്ളിൽ വന്ന ഒരു സമ്പ്രദായമാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങിയിട്ട് കനകധാരാ സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സ്വർണം ഒരുപാടുണ്ടാകും, അല്ലെങ്കിൽ ആകാശത്തു നിന്ന് സ്വർണ്ണമഴ പെയ്യും എന്നുള്ള രീതിയിലൊക്കെ ജനം വിഡ്ഢിവേഷം കെട്ടി ആടുന്നത് ശരിക്കും ഇന്ന് അത് ചൂഷണം ചെയ്യുന്നതെല്ലാം ജ്വല്ലറിക്കാരാണ്. അപ്പോൾ ഇത് ജനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ജനം എന്നാൽ അവർക്ക് മനസ്സിന് ഉറപ്പില്ലാത്ത ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ആചാര്യന്മാർ ഇതെല്ലാം മുതലാക്കുന്നത്. അപ്പം ജനത്തിൻ്റെ ഉറപ്പില്ലായ്മ മുതലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമ്പ്രദായമാണ് ഇന്ന് കാണുന്ന ഈ അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങുകയും കനകധാരാ സ്തോത്രം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ഇനി ഒരുപാട് കാലം സ്വർണം ഇഷ്ടംപോലെ കുമിയും എന്നെല്ലാം പറയുന്നത് അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്ന ജ്വല്ലറിക്കാർ മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്വർണം വാങ്ങുന്നതിന് നമ്മൾ എതിരൊന്നും പറയുന്നില്ല. കാരണം സാധാരണ റേറ്റിലാണ് സ്വർണം കിട്ടുന്നതെങ്കിൽ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. അല്ലാതെ ഈ അക്ഷയ തൃതീയ ദിവസങ്ങളിൽ പവന് 2000-3000 കൂടുതൽ കൊടുത്ത് ഇത് വാങ്ങി നമ്മുടെ പൈസ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ കടം വാങ്ങിയിട്ട് സ്വർണം വാങ്ങിയിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം നമ്മൾ അറിയുക, അക്ഷയ തൃതീയ എന്ന് പറയുന്നത് പരശുരാമൻ്റെ ജന്മദിനം മാത്രമാണ്. അല്ലാതെ അതിന് വേറെ ഒരു പ്രാധാന്യവും സ്വർണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് തന്നെ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർ ഏതോ ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ ഭിക്ഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു അരിമണി കൊടുക്കുകയും അങ്ങനെ അവരുടെ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അവിടെ നിന്ന് കനകധാരാ സ്തോത്രം ജപിച്ചു കഴിഞ്ഞപ്പോൾ സ്വർണ്ണ നെല്ലിക്ക പെയ്തു. അവർ ധനവാന്മാരായി തീരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലിയില്ലെങ്കിലും അവിടെ സ്വർണ്ണ നെല്ലിക്കയല്ല, വേണമെങ്കിൽ ആ വീട് തന്നെ സ്വർണ്ണമാക്കാനുള്ള കഴിവുള്ള ആളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ശിവൻ്റെ അവതാരമായിട്ടാണ് പുരാണങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് ഈ മന്ത്രം ചൊല്ലണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുമ്പ് പറയുന്ന പോലെ പൂജാപരിഹാരം ചെയ്യുമ്പോൾ ഒരു ആവാഹനം അതിൻ്റെ ആവശ്യം, അതായത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഭജന ഇരുന്നു, നമുക്ക് ദോഷം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ നേരിട്ട് ഒരിക്കലും വന്ന് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമാണ് മനുഷ്യരൂപത്തിൽ ഒരാളെ കാണിച്ചു തരും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചെയ്യൂ, ഈ ആളുടെ അടുത്ത് പോയി ചെയ്ത് മാറ്റാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും അത് നിർദ്ദേശിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യരൂപത്തിൽ ജനിച്ച ഭഗവാന് അതിൻ്റെ ഒരു നിമിത്തമായിട്ട് വരുന്നതാണ് മന്ത്രം. അതുകൊണ്ടാണ് കനകധാരാ മന്ത്രം
ശങ്കരാചാര്യ ജപിച്ച് അവിടെ നെല്ലിക്കാമഴ, സ്വർണ്ണ നെല്ലിക്കാമഴ ഒക്കെ പെയ്ച്ചത്. അത് പിന്നെ എത്രയോ ആചാര്യന്മാർ തലകുത്തി നിന്ന് ഈ മന്ത്രമൊക്കെ ജപിച്ച് നോക്കി. എന്നിട്ട് എവിടെയെങ്കിലും സ്വർണ്ണം നെല്ലിക്ക പോയിട്ട് ഒരു സ്വർണത്തിൻ്റെ അംശമെങ്കിലും വീഴ്ത്താൻ സാധിച്ചോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം ജനങ്ങൾ ഈ ഉറപ്പില്ലാത്ത മനസ്സിനെ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത്. ഈ അക്ഷയ തൃതീയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, അന്ന് സാധാരണ റേറ്റ് ഉള്ളൂ എങ്കിൽ ആർക്ക് വേണമെങ്കിലും കയ്യിൽ പൈസ ഉള്ളവർക്ക് വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ കടം വാങ്ങിയോ 1000, 2000, 3000 എല്ലാം പവന് റേറ്റ് കൂട്ടി കൊടുത്തൊന്നും ഇത് ഒരിക്കലും വാങ്ങേണ്ട കാര്യമില്ല. അത് അല്ലാത്ത ദിവസം വാങ്ങാം. ഇപ്പോൾ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ പല ദിവസങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ ഈ ജ്വല്ലറികൾ? അല്ല, ഇതിന്റെ പ്രാധാന്യം ഇതാണ്, പരശുരാമന്റെ ജനനമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ജ്വല്ലറിക്കാരുടെ ഒരു ജ്വല്ലറിക്കാർ ഇത് ആരെങ്കിലും അങ്ങനെ കണക്കൂട്ടി എന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് ഇറക്കണമല്ലോ. അതെ അതെ. അത് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു ക്ഷേത്രത്തിന്റെ പരസ്യം ഭയങ്കരമായിട്ട് ചെയ്യും. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഇത്രയും പരസ്യമൊക്കെ ചെയ്തിട്ടും വലിയ ഗുണമൊന്നും കാണാനില്ല. അവസാനം അവർ മാറ്റിപ്പിടിച്ചു, പരസ്യം ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇന്ന ക്ഷേത്രത്തിൽ കന്മഷഹര യജ്ഞം നടക്കുന്നു. കന്മഷഹര യജ്ഞം ശിവക്ഷേത്രമാണ്. അപ്പോൾ കന്മഷഹര യജ്ഞം നടക്കുന്നു, നിങ്ങൾ പങ്കെടുത്ത് അതിൽ നിർവൃതിയാകും, പിന്നെ ധനവും ധാന്യമൊക്കെ വരും. അങ്ങനെ പറഞ്ഞു ആളുകൾ കൂടി. അപ്പോൾ എന്താ കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ കന്മഷം എന്നാൽ എന്താണെന്ന് ജനത്തിന് അറിഞ്ഞൂടാ. അതാണ് മുതലാക്കിയത്. ഇപ്പോൾ കന്മഷഹര യജ്ഞം എന്നാൽ, കന്മഷം എന്നാൽ ദുരിതം, കന്മഷഹരം എന്നാൽ ദുരിതനാശന യജ്ഞം. അപ്പോൾ ശിവന്റെ നടയിൽ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണത്, ദുരിതനാശന യജ്ഞം. ഇത് ദുരിതനാശന യജ്ഞം നടത്തുമെന്ന് പറഞ്ഞാൽ ആരും വരുമോ? ഒരാളും വരില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് മാറ്റി പിടിച്ചു. ഇന്ന ക്ഷേത്രത്തിൽ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ കന്മഷഹര യജ്ഞം നടത്തുന്നു. അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പേര് ക്ലിക്കായി. അതേപോലെയാണ് ഈ സംഭവം. അക്ഷയ തൃതീയ നാളിൽ സംഗതി സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ സൗഭാഗ്യം കയറി വരും. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മൾ കടം വാങ്ങാതെയാണ് ഈ സ്വർണം വാങ്ങുന്നതെങ്കിൽ, വില കൂടുതൽ കൊടുക്കാതെയാണ് വാങ്ങുന്നതെങ്കിൽ അത് നമ്മുടെ സൗഭാഗ്യമാണ്, വീട്ടിൽ വെക്കാം. പക്ഷേ ഇത് കടവും വാങ്ങി വിലയും കൂടുതൽ കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ നഷ്ടമല്ലാതെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. ഈ ജ്വല്ലറിക്കാർ ഇന്ന് ചെയ്യുന്നത് എന്താ? അങ്ങേര് തന്നെ ലോൺ കൊടുക്കും, സ്വർണം ലോൺ കൊടുക്കും. ഇത് കഴിഞ്ഞ് പുള്ളി തന്നെ പുള്ളിയുടെ ഫിനാൻസിലേക്ക് അത് കൊണ്ടുവന്ന് ജനത്തിനെ കൊണ്ട് പണയം വെപ്പിക്കും. അപ്പോൾ 3 പരിപാടി ഉണ്ട്. ഒന്ന്, അങ്ങേര് തന്നെ ലോൺ കൊടുത്ത് സ്വർണം വാങ്ങിപ്പിക്കും. രണ്ടാമത്തെ ഘട്ടം, പുള്ളി തന്നെ ഇവരെ കൊണ്ട് അങ്ങേരുടെ സ്ഥാപനത്തിൽ തന്നെ പണയം വെപ്പിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ ആദ്യം വാങ്ങിച്ച ലോൺ അടയ്ക്കാൻ പറ്റാണ്ടാവും, അപ്പോൾ ജപ്തി നേരിടേണ്ടി വരും. പിന്നെ രണ്ടാമത് വെച്ച സ്വർണം അതിന് പലിശ കെട്ടാൻ പറ്റാണ്ടാവുമ്പോൾ അത് ഏതെങ്കിലും അധികം പ്രചാരമില്ലാത്ത പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അത് അവർ തന്നെ എടുക്കും. ഈ സ്വർണം വീണ്ടും അടുത്ത ആൾക്ക് ലോൺ കൊടുക്കും. അപ്പോൾ അങ്ങേർക്ക് സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സൈക്കിൾ തന്നെയാണ്. കാരണം ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ജനം നല്ല കാര്യങ്ങൾക്കൊന്നും ചിലവാക്കാൻ തയ്യാറല്ല. ജനം ഇങ്ങനെ വേണ്ടാത്ത കുബുദ്ധിയുടെ പിന്നാലെ ഓടും. എന്നിട്ട് അവസാനം പറയും നാരായണക്കല്ല് പറിച്ചു. അപ്പോൾ ആരായിരുന്നു നാരായണക്കല്ലിൻ്റെ ഉത്തരവാദി? അവർ തന്നെയാണ്. അപ്പോൾ വല്ല ഈ പരസ്യവാചകങ്ങളിൽ അതേപോലെ തന്നെ ഒരു സമയത്ത് ഈ ഭൂമി വാങ്ങുന്നതിന് ഇതേപോലെ ഒരു സംഭവം കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അതങ്ങ് ചീറ്റിപ്പോയി. ഈ ദിവസം ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമി തന്നെ പിന്നാലെ വരുന്നു പറഞ്ഞ് ഒരു സമ്പ്രദായം ഭൂമി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഭൂമി വില ഒക്കെ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞപ്പോൾ അതങ്ങ് ഏശിയില്ല, താങ്ങാൻ പറ്റുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ അവരതും കലക്കാന്. സ്വർണം എന്ന് പറയുമ്പോൾ ഒരു മോതിരമെങ്കിലും വാങ്ങിച്ചാൽ മതിയല്ലോ. സ്വർണം എന്ന് പറയുമ്പോൾ ഒരു മോതിരം വാങ്ങാം, ഒരു മൂക്കുത്തി വാങ്ങാം, അല്ലെങ്കിൽ ഒരു ചെറിയ താലി വാങ്ങാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ അതേപോലെ കാശുള്ളവർ 101 പവൻ വാങ്ങും, ഇല്ലാത്തവർ അതിൻ്റെ അനുസരിച്ച് വാങ്ങും. അപ്പോൾ ജ്വല്ലറിക്കാരുടെ ലക്ഷ്യമാണ് അത്, അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ കനകധാര മഠത്തിൽ ഭയങ്കര കനകധാര സംഭവങ്ങൾ ചെയ്യാം. സ്വർണ്ണ നെല്ലിക്ക അവിടെ വഴിപാട് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ കാലടിയിൽ, ഞങ്ങളുടെ നാടിൻ്റെ അടുത്താണ് കാലടി ശ്രീ ശങ്കരാചാര്യ മഠം, അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഈ സംഭവം പറഞ്ഞിട്ട്. അവിടെ യജ്ഞവും പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഓരോ സ്വർണ്ണ നെല്ലിക്ക ഓരോ ഭക്തന്, അത് വെറുതെ ഒന്നല്ല കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇനി ഇത് പ്രോഗ്രാം കണ്ടിട്ട് അവിടെ ഓടി വന്നാൽ സ്വർണ്ണ നെല്ലിക്ക കിട്ടുന്ന ഇത് വരണ്ട. അതിനൊക്കെ സാധാരണയിൽ കൂടുതൽ പൈസ അടച്ചാൽ മാത്രമേ അവരുടെ ചിലവ് കഴിച്ചിട്ടുള്ള ബാക്കി സംഖ്യയ്ക്കുള്ള സ്വർണം കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അല്ലാതെ ആചാര്യൻ ഇരുന്ന് പ്രോഗ്രാമിൽ പറയുന്ന കേട്ടു ഇന്ന സ്ഥലത്ത് സ്വർണ്ണനിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ചാടി പുറപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ പല പരസ്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പരസ്യം ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം കൊടുത്തിട്ടുണ്ടാവും, വ്യവസ്ഥകൾ ബാധകം, അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ നക്ഷത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിൻ്റെ പിന്നിലൊരു ട്രാപ്പുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ന് ജനത്തിന് മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റിക്കലിൽ പെട്ടിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെട്ടേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കുക, അക്ഷയ തൃതീയ അല്ല, അതിനേക്കാളും വലിയ വലിയ സൗഭാഗ്യ നാളുകളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ മനസ്സ് വെച്ചാൽ വന്നു പോയിക്കൊള്ളും. അല്ലാതെ വേണ്ടാത്ത വിഡിത്തതിൻ്റെ പിന്നാലെ ഓടി കടം വാങ്ങി ലോൺ എടുത്ത്
ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ഒന്നും പിന്നാലെ പോവാതിരിക്കുക. നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു 10 പേര് അക്ഷയ തൃതീയല്ലേ സ്വർണ്ണം വാങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാത്തവനും കടം വാങ്ങിയത് വാങ്ങും, ടെൻഷനാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ പരസ്യമാണ്. അതായത് ഈ ദിവസം അടുക്കും തോറും ടി വിയിലും പത്രങ്ങളിലൊക്കെ ഭയങ്കര പരസ്യം വരും. അവർ പരസ്യം ചെയ്യുന്നതിന് വേണ്ടി ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇളക്കലിൽ ഇളകിയിട്ട് പൈസ പോയി കഴിഞ്ഞിട്ട് കരയാതിരിക്കുക. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു നേട്ടവുമില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് പരശുരാമൻ്റെ ജന്മദിനം മാത്രമാണ്. അങ്ങനെ വേണമെങ്കിൽ പരശുരാമ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്യാം, ഫലം ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അല്ലാതെ ഈ സ്വർണ്ണാഭരണമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നാലെ സ്വർണം കുമിയും എന്ന് വെച്ചാൽ ഒരിക്കലും ഈ സാധനമൊന്നും വരില്ല. പിന്നെ കുബേരൻ പിന്നാലെ വരുന്നൊന്നും കരുതണ്ട. നിങ്ങൾ ആദ്യം ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. കുബേരന് ഭയമുള്ള ഒരു ദേവനുണ്ട്. ആ ദേവൻ്റെ പിന്നാലെ പോയാൽ മതി. അതാരാ കുബേരന് ഭയമുള്ള ദേവൻ? ആരാന്നറിയാൻ പറ്റുമോ? കുബേരന് ഭയമുള്ള ദേവൻ ഗണപതിയാണ്. അപ്പോൾ ഈ സാധനം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നെ ചിന്തിക്കാവുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഗണപതി എല്ലായിടത്തും ഉണ്ട്, കുബേരന് ഏറ്റവും ഭയവും. അപ്പോൾ പിന്നെ നമ്മൾ ഗണപതിയെ വിളിച്ചാൽ പോരെ, കാര്യമെല്ലാം ഭഗവാൻ ശരിയാക്കി തരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. അല്ലാതെ കടവും കടത്തിൻ്റെ കൂടി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു നിവൃത്തിയില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്, ഒരു 100 രൂപ പോലും ദക്ഷിണ തരാൻ ഗതിയില്ലാത്തൊരു കാലത്താണ് ജീവിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് പരിതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളിൽ ചാടാതെ ശ്രദ്ധിക്കുക. കാലദോഷം എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിക്കളയാൻ ശ്രദ്ധിക്കുക. പ്രണവത്തിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു റെട്രോ ഫിറ്റിംഗ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻജിനുകളിൽ നൈട്രജൻ, നമ്മുടെ എൻജിനുകൾ പ്രവർത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന നൈട്രജനെ എൻജിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ച് ആ നൈട്രജൻ്റെ അളവ് കുറയ്ക്കുകയും പിന്നെ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഓക്സിജൻ്റെ അംശം കൂട്ടുകയും ചെയ്യുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പക്ഷേ ഇതിനെക്കാട്ടിലുമൊക്കെ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഞാൻ പറയുന്നത് കേൾക്കുന്നെങ്കിൽ അയാൾ പറയും, പക്ഷേ ഇതിന് ഇത്രയും ലളിതമാക്കി കളഞ്ഞല്ലോ. അങ്ങനെയല്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ്. ബേസിക്കലി നമ്മുടെ വാഹനത്തിൻ്റെ ടെയിൽ പൈപ്പിൽ നിന്നും വരുന്ന പുകയുടെ വിഷാംശം കുറയ്ക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇതിൻ്റെ റെട്രോ ഫിറ്റിംഗ് ശ്രമിക്കുന്നത്. അതെ. അതുപോലെ തന്നെ നമ്മൾ BS3 നിന്ന് BS4 മാറുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളും ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളും എല്ലാം ആരോഗ്യത്തോടെ വളരുക എന്നുള്ളത് ഓരോരുത്തരുടെ ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ സ്റ്റെപ്പുകളാണ് ഇതെല്ലാം അല്ലെ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മലിനീകരണം കുറയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക. ഇങ്ങനെ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഓരോരുത്തരെയും ഇത്തരം കാര്യങ്ങളിൽ ബോധവാന്മാരാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പരിസര മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം കുറയ്ക്കാനുള്ള വഴികൾ തേടുക. അല്ലെ? വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് 2020 എല്ലാ വാഹനങ്ങളും BS4 സ്റ്റാൻഡേർഡ്സ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റും നിങ്ങൾ ഇന്ന് തന്നെ പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ലേഡീസ് അവറിലൂടെ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ വീണ? തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി നമ്മൾ കാണും. അതുവരെ നന്ദി, നമസ്കാരം ആൻഡ് ബൈ.